നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്കൂൾ അധ്യാപക തസ്തികയും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥ ഘടനയും അടിമുടി പരിഷ്കരിക്കാൻ പ്രത്യേക കരടുചട്ടം തയ്യാറാക്കി സർക്കാർ. മാസപ്പടി ഇടപാട് അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി ജനപക്ഷം പാർട്ടി നേതാവ് ജോൺ ജോർജ്. മസാല ബോണ്ടിൽ തനിക്ക് മാത്രമായി ഒരു ഉത്തരവാദിത്വവുമില്ലെന്ന് വ്യക്തമാക്കി മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. SSLC മോഡൽ പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് പണം പിരിവ് നടത്തി സംസ്ഥാന സർക്കാർ. മധ്യപ്രദേശിൽ ജയ് ശ്രീറാം വിളികളോടെ കുരിശിന് മുകളിൽ കാവിക്കൊടി നാട്ടി തീവ്ര ഹിന്ദുത്വവാദി സംഘടന. വാർത്തകൾ വിശദമായി. സ്കൂൾ അധ്യാപക തസ്തികയും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥ ഘടനയും അടിമുടി പരിഷ്കരിക്കാൻ പ്രത്യേക കരടുചട്ടം തയ്യാറാക്കി സർക്കാർ. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയുള്ള പരിഷ്കാരത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഇനി ഉണ്ടാവില്ല. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ലയിപ്പിച്ച് സെക്കൻഡറി എന്നാക്കി. 8 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ സെക്കൻഡറിക്ക് കീഴിലാവും. 7 വരെയുള്ള പ്രൈമറി സ്കൂളുകളുടെ അക്കാദമിക് മേൽനോട്ടത്തിന് പഞ്ചായത്ത് എഡ്യൂക്കേഷൻ ഓഫീസർമാരെയും നിയമിക്കും. ഹൈസ്കൂളിനു മാത്രമായി ഇനി അധ്യാപകരെ നിയമിക്കില്ല. ഹയർ സെക്കൻഡറിയിൽ ജൂനിയർ സീനിയർ തസ്തികകളും ഉണ്ടാവില്ല. സെക്കൻഡറിയിൽ നിയമിക്കുന്നവർ 8 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ പഠിപ്പിക്കണം. നിയമനത്തിന് ബിരുദാനന്തര ബിരുദവും പ്രൊഫഷണൽ യോഗ്യതയും നിർബന്ധമാക്കി. സെക്കൻഡറിക്ക് താഴെയുള്ള സ്കൂളുകളിൽ അധ്യാപകരാവാൻ ബിരുദവും പ്രൊഫഷണൽ യോഗ്യതയും വേണം. 5 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ അധ്യാപക നിയമനവും വിഷയാധിഷ്ഠിതമാക്കി. പ്രീ പ്രൈമറി ടീച്ചർ, പ്രൈമറി ടീച്ചർ, സെക്കൻഡറി ടീച്ചർ, വർക്ക് എഡ്യൂക്കേഷൻ ടീച്ചർ, സ്പെഷ്യലിസ്റ്റ് ടീച്ചർ എന്നീ 5 വിഭാഗം അധ്യാപകരെ ഉണ്ടാകൂ. ഇപ്പോഴുള്ള അധ്യാപകരെ ബാധിക്കാതിരിക്കാൻ നിയമന പരിഷ്കാരങ്ങൾ 2030 ജൂൺ 1 മുതലേ പൂർണ്ണമായി നടപ്പാക്കൂ. 12 വരെയുള്ള വിദ്യാലയങ്ങൾ സെക്കൻഡറി സ്കൂൾ, 10 വരെയുള്ളവ ലോവർ സെക്കൻഡറി, 7 വരെയുള്ളവ പ്രൈമറി, 4 വരെയുള്ളവ LP സ്കൂൾ എന്നിങ്ങനെയായിരിക്കും. പ്രധാന അധ്യാപകൻ, പ്രധാന അധ്യാപിക എന്നീ പേരുകൾ മാറ്റി സ്കൂൾ മേധാവികളെല്ലാം പ്രിൻസിപ്പൽ എന്നറിയപ്പെടും. കാസർഗോഡ് കരിന്തളം ഗവൺമെന്റ് കോളേജിലെ വ്യാജരേഖ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് നീലീശ്വരം പോലീസ്. SFI മുൻ നേതാവ് K വിദ്യ മാത്രമാണ് കേസിലെ പ്രതി. അധ്യാപക നിയമനത്തിനായി വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് സമർപ്പിച്ചുവെന്നാണ് കുറ്റപത്രം. മഹാരാജാസ് കോളേജിന്റെ പേരിലുള്ള വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി 1 വർഷം കരിന്തളം ഗവൺമെന്റ് കോളേജിൽ വിദ്യ ജോലി ചെയ്തിരുന്നു. ഈ കേസിലാണ് ഹോസ്ദുർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നീലീശ്വരം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. വിദ്യ മാത്രമാണ് പ്രതിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. വ്യാജരേഖ നിർമ്മിക്കാൻ മറ്റാരുടെയും സഹായം ലഭിച്ചില്ലെന്നും കുറ്റപത്രത്തിലുണ്ട്. തന്റെ മൊബൈൽ ഫോണിൽ സ്വന്തമായാണ് രേഖ ഉണ്ടാക്കിയതെന്നും ഇതിന്റെ ഒറിജിനൽ നശിപ്പിച്ചുവെന്നുമുള്ള വിദ്യയുടെ മൊഴി ശരിയാണെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. വ്യാജരേഖ നിർമ്മിക്കൽ, വ്യാജരേഖ സമർപ്പിക്കൽ, വഞ്ചന, തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് വിദ്യക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സർക്കാർ ശമ്പളം കൈപ്പറ്റിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കരിന്തളം ഗവൺമെന്റ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറിൽ ജോലി നേടാൻ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചതിന് K വിദ്യ അറസ്റ്റിലാകുന്നത് ജൂൺ 27-ന്. നേരത്തെ അന്വേഷണം പൂർത്തിയായെങ്കിലും കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുകയായിരുന്നു. മണ്ണാർക്കാട് കോടതിയിൽ നിന്ന് ചില ശാസ്ത്രീയ തെളിവുകളുടെ സർട്ടിഫൈഡ് കോപ്പികൾ ലഭിക്കാനുള്ള കാലതാമസം മൂലമാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. മസാല ബോണ്ടിൽ തനിക്ക് മാത്രമായി ഒരു ഉത്തരവാദിത്വവുമില്ലെന്ന് വ്യക്തമാക്കി മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്. മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡാണ് തീരുമാനമെടുത്തതെന്നും തനിക്ക് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്വം മാത്രമാണ് ഉണ്ടായിരുന്നെന്നുമാണ് തോമസ് ഐസക് ഇഡിക്ക് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇഡിക്ക് മുമ്പിൽ തോമസ് ഐസക് അവസാനമായി ഹാജരാകേണ്ടിയിരുന്നത്. എന്നാൽ അദ്ദേഹം കഴിഞ്ഞ ദിവസവും ഹാജരായിരുന്നില്ല. തുടർന്നാണ് ഇഡിക്ക് മറുപടി നൽകിയത്. കിഫ്ബി മസാല ബോണ്ട് സംബന്ധിച്ചും അതിലൂടെ ലഭിച്ച ധനത്തിന്റെ വിനിയോഗം സംബന്ധിച്ചുമുള്ള കാര്യങ്ങളിൽ മൊഴി നൽകാനാണ് തോമസ് ഐസക്കിനോട് ഇഡി അന്വേഷണ സംഘം തിങ്കളാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നത്. ജനുവരി 12-ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അന്നും തോമസ് ഐസക് ഹാജരായിരുന്നില്ല. ഇത് സംബന്ധിച്ച് 1.5 വർഷത്തിനു ശേഷമാണ് നോട്ടീസ് അയച്ചത്. ആദ്യം നൽകിയ 2 സമ്മൻസുകൾ ഹൈക്കോടതിയിൽ തോമസ് ഐസക് ചോദ്യം ചെയ്തിരുന്നു. ഹർജിയിൽ തുടർ നടപടികൾ ഹൈക്കോടതി കഴിഞ്ഞ മാസം അവസാനിപ്പിച്ചിരുന്നു.
റോവിംഗ് എൻക്വയറി പരാതി സ്ഥാപിച്ചെടുക്കാനുള്ള അന്വേഷണം ഇഡിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ ഇഡി നൽകിയ സമൻസ് കോടതി വിധിയുടെ അന്തഃസത്തയെ മാനിക്കാത്തതാണെന്നും മസാല ബോണ്ടിൽ തനിക്കു മാത്രമായി ഒരു ഉത്തരവാദിത്വവുമില്ലെന്നുമാണ് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിന്റെ വാദം. മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡ് ആണ് തീരുമാനമെടുത്തതെന്നും തനിക്ക് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്തം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും തോമസ് ഐസക് ഇഡിക്ക് നൽകിയ മറുപടിയിൽ പറയുന്നു. കിഫ്ബി മസാല ബോണ്ടിൽ തനിക്ക് പ്രത്യേകമായി ഒരു ഉത്തരവാദിത്വവുമില്ല. കിഫ്ബി രൂപവൽക്കരിച്ചത് മുതൽ 17 അംഗ ഡയറക്ടർ ബോർഡുണ്ട്. അതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് കൂട്ടായിട്ടാണ്. ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്വമല്ലാതെ ഇക്കാര്യത്തിൽ തനിക്ക് യാതൊരു പ്രത്യേക അധികാരവുമില്ലെന്നാണ് തോമസ് ഐസക് നൽകിയ 7 പേജുള്ള മറുപടിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. SSLC മോഡൽ പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് പണപ്പിരിവ് നടത്തി സംസ്ഥാന സർക്കാർ. 10 രൂപ വീതം വിദ്യാർത്ഥികളിൽ നിന്ന് പിരിക്കാനാണ് സർക്കാർ തീരുമാനം. ഇത് സംബന്ധിച്ച ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി. ചോദ്യപേപ്പർ അച്ചടിച്ച് വിതരണം ചെയ്യുന്നതിനാണ് പിരിവ് നടത്തുന്നതെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം. സംസ്ഥാനത്ത് ഇതാദ്യമായാണ് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിനായി വിദ്യാർത്ഥികളിൽ നിന്ന് പിരിവെടുക്കുന്നത്. ഫെബ്രുവരി 19-നാണ് SSLC മോഡൽ പരീക്ഷ ആരംഭിക്കുക. ഇതിനു മുന്നേ ഓരോ വിദ്യാർത്ഥിയിൽ നിന്നും 10 രൂപ കൈപ്പറ്റാനുള്ള നീക്കത്തിലാണ് സർക്കാർ. ചോദ്യപേപ്പർ അച്ചടിച്ച് വിതരണം ചെയ്യുന്നതിനാണ് പിരിവ് നടത്തുന്നതെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം. സംസ്ഥാനത്ത് ഇതാദ്യമായാണ് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിനായി വിദ്യാർത്ഥികളിൽ നിന്ന് പിരിവെടുക്കുന്നത്. SC, ST, OBC വിദ്യാർത്ഥികൾ പണം അടയ്ക്കേണ്ടതില്ല. മറ്റുള്ള വിദ്യാർത്ഥികൾ ഹെഡ്മാസ്റ്റർ മുഖേന കൃത്യമായി തുക അടയ്ക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. വിദ്യാർത്ഥികളിൽ നിന്ന് ശേഖരിക്കുന്ന തുകയിൽ നിന്ന് ചോദ്യപേപ്പർ അച്ചടിക്കുന്ന വകയിൽ ചെലവാക്കുന്ന തുക ഒഴിച്ച് ബാക്കി വിദ്യാഭ്യാസ ഉപഡയറക്ടർ എന്ന പേരിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റാക്കി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ എത്തിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഫെബ്രുവരി 19 മുതൽ 23 വരെയാണ് SSLC മോഡൽ പരീക്ഷ നടക്കുക. സർക്കുലർ ഇറങ്ങിയതിന് പിന്നാലെ പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് പരാതി നൽകാനാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനയായ KPCT-യുടെ നീക്കം. പരീക്ഷാ പേപ്പർ പ്രിന്റ് എടുക്കുന്നതിന് സർക്കാർ പിരിവെടുക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും ഉത്തരവ് പിൻവലിക്കാത്ത പക്ഷം സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുമെന്നും KSU അറിയിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ഓഫീസുകളിലേക്ക് KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കും. മുൻസിഫ് കോടതി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മേലുദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദമെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശം. കുറിപ്പിലെ പരാമർശങ്ങൾ സംബന്ധിച്ച് പരവൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് നെടുങ്ങോലം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പ്രശാന്തിയിൽ S. അനീഷിയെ വീട്ടിൽ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉന്നത ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ള പരാതികൾ ഉൾക്കൊള്ളുന്ന ശബ്ദരേഖകൾ ഇന്നലെ പുറത്തായിരുന്നു. ജോലിയിൽ നേരിട്ടിരുന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ചായിരുന്നു അനീഷ്യ ശബ്ദരേഖകളിൽ അധികവും പറഞ്ഞിരുന്നത്. കേസുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവധിയെടുക്കാൻ സഹപ്രവർത്തകരിൽ നിന്ന് സമ്മർദ്ദമുണ്ടായതടക്കമുള്ള കാര്യങ്ങളാണ് ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്നത്. ജോലി സംബന്ധമായ രഹസ്യ റിപ്പോർട്ടുകൾ സഹപ്രവർത്തകരുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും മുന്നിൽ വായിച്ചതടക്കമുള്ള കാര്യങ്ങൾ കുറിപ്പിൽ പറയുന്നുണ്ട്. താൻ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളെയും ജോലിയിൽ നേരിടുന്ന വിവേചനങ്ങളെയും സംബന്ധിച്ച് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അനീഷ്യ പരവൂർ മുനിസിപ്പൽ മജിസ്ട്രേറ്റിന് വാട്സപ്പിൽ പരാതി നൽകിയതായാണ് സൂചന. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയും CMRL-ഉം തമ്മിലുള്ള മാസപ്പടി ഇടപാടിൽ നടക്കുന്ന അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി ജനപക്ഷം പാർട്ടി നേതാവ് ഷോൺ ജോർജ്. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം പ്രഖ്യാപിച്ച അന്വേഷണത്തിനെതിരെയാണ് ഷോണിന്റെ ഹർജി. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടില്ലെന്ന് ആരോപിച്ചാണ് ഹർജി നൽകിയിരിക്കുന്നത്. ചെയ്യാത്ത സേവനത്തിന് മാസപ്പടിയായി പണം വാങ്ങിയെന്ന ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ഇന്റീരിയം ബോർഡ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് 3-അംഗ സമിതി അന്വേഷിക്കണമെന്ന് കോർപ്പറേറ്റ് മന്ത്രാലയം ഉത്തരവിട്ടത്. 4 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കൈമാറണമെന്നാണ് ഉത്തരവ്. ഇതിനെതിരെയാണ് ഷോണിന്റെ ഹർജി. കമ്പനി നിയമത്തിലെ 210-ാം വകുപ്പ് പ്രകാരമുള്ള അന്വേഷണത്തിനാണ് നിലവിൽ ROC ഉത്തരവിട്ടത്. എന്നാൽ ഈ വകുപ്പ് പ്രകാരമുള്ളത് കമ്പനി നിയമത്തിനുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഗൗരവം നിറഞ്ഞ അന്വേഷണമാണെന്നാണ് ഷോണിന്റെ ആരോപണം. ഗൗരവതരമായ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണമാണ് വേണ്ടതെന്നാണ് ഹർജിയിലെ ആവശ്യം. ഷോണിന്റെ ഹർജി നാളെയാണ് ഹൈക്കോടതി പരിഗണിക്കുക. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ചാൽ ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾക്കും അന്വേഷണത്തിൽ പങ്കാളിത്തമുണ്ടാകുമെന്നും ഷോൺ ജോർജ് പറയുന്നു.
ഹമാസ് ഭീകരർ ബന്ദികളാക്കിയ എല്ലാവരെയും മോചിപ്പിക്കുകയാണെങ്കിൽ 2 മാസത്തെ സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പാക്കാമെന്ന ഉപാധി മധ്യസ്ഥ രാജ്യങ്ങൾക്ക് മുന്നിൽ വെച്ച് ഇസ്രായേൽ. ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലെ മധ്യസ്ഥർ വഴിയാണ് ഇസ്രായേൽ ഹമാസിനെ ഇക്കാര്യം അറിയിച്ചത്. ഘട്ടം ഘട്ടമായിരിക്കും ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നത്. സ്ത്രീകൾ, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാർ, ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവർ തുടങ്ങിയവരെയാകും ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ വനിതാ സൈനികർ, പുരുഷ സൈനികർ, യുവാക്കൾ എന്നിവരെയാകും കൈമാറ്റം ചെയ്യുന്നത്. കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങളും ഇസ്രായേലിന് കൈമാറും. നിലവിൽ എത്ര പേർ ഹമാസിന്റെ പക്കൽ തടവിലുണ്ട് എന്നത് സംബന്ധിച്ച് കൃത്യമായ കണക്കെടുപ്പ് നടത്തുമെന്നും എല്ലാവരെയും മോചിപ്പിക്കാൻ സാധിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. കരാർ നടപ്പാക്കണമെങ്കിൽ ഇനിയും 2 മാസം കൂടി വേണ്ടി വന്നേക്കുമെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. ഹമാസിന്റെ തടവിലുള്ള എല്ലാവരെയും മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി ഇന്നലെ ബന്ദികളുടെ കുടുംബങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരുന്നു. കണക്കുകൾ പ്രകാരം 132 പേർ ഹമാസിന്റെ തടങ്കലിലുണ്ട്. എന്നാൽ ഇതിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നതിലുൾപ്പെടെ കൃത്യമായ വിവരം ശേഖരിക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ഓഹരി വിപണികളുടെ പട്ടികയിൽ സ്ഥാനം മെച്ചപ്പെടുത്തി ഇന്ത്യ. ലോകത്തെ ഏറ്റവും വലിയ 4ാമത്തെ ഓഹരി വിപണിയായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. നേരത്തെ പട്ടികയിൽ 5ാമതായിരുന്നു ഇന്ത്യ. ഭാരതത്തിന്റെ സാമ്പത്തിക വളർച്ചയിലുള്ള വൻ കുതിപ്പാണ് ഈ മുന്നേറ്റം സൂചിപ്പിക്കുന്നത് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ഡിസംബർ 5-നായിരുന്നു ഓഹരി വിപണി മൂലധനത്തിൽ ഭാരതം ആദ്യമായി $4 ട്രില്യൺ പിന്നിട്ടത്. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിലാണ് ഇതിൽ പകുതിയും സ്വന്തമാക്കിയിട്ടുള്ളത്. കോർപ്പറേഷനുകളുടെ ഉയർന്ന വരുമാനവും റീറ്റെയിൽ നിക്ഷേപകരുടെ വളർച്ചയുമാണ് ഇന്ത്യൻ ഓഹരി മൂല്യം ഉയരാൻ കാരണം. ആഗോളതലത്തിൽ ചൈനയ്ക്ക് ബദലായി ഭാരതം മാറുകയാണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. രാജ്യത്തെ സുസ്ഥിരമായ രാഷ്ട്രീയ അന്തരീക്ഷവും വളരുന്ന സമ്പദ് വ്യവസ്ഥയും കാരണം ആഗോള കമ്പനികളെയും മൂലധനത്തെയും ആകർഷിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു. ഹോങ്കോങ്ങിനെ മറികടന്നാണ് ഇന്ത്യ 4ാമതെത്തിയത്. ബ്ലൂബെർഗ് പുറത്തുവിടുന്ന കണക്ക് പ്രകാരം ഭാരതത്തിന്റെ ഓഹരി വിപണിയുടെ മൂല്യം $4.33 ട്രില്യൺ തിങ്കളാഴ്ച അവസാനിപ്പിച്ചത്. ഹോങ്കോങ്ങിന് ഇത് $4.29 ട്രില്യൺ ആയിരുന്നു. ഫ്രാൻസ്, UK, കാനഡ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളെ നേരത്തെ തന്നെ ഭാരതം മറികടന്നിരുന്നു. US, ജപ്പാൻ, ചൈന എന്നിവരാണ് ഇനി ഇന്ത്യക്ക് മുന്നിലുള്ളത്. ചൈനയിലെ തെക്കൻ ഷിൻജിയാങ് കിർഗിസ്ഥാൻ അതിർത്തിയിൽ വൻ ഭൂചലനം. തിങ്കളാഴ്ച രാത്രി 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യൻ സമയം രാത്രി 11:29 ഷിൻജിയാങ്ങിൽ ഭൂചലനം അനുഭവപ്പെട്ടതെന്നാണ് സീസ്മോളജി റിപ്പോർട്ട്. ഇതിന്റെ പ്രകമ്പനം ഡൽഹിയുടെ ചില പ്രദേശങ്ങളിലും അനുഭവപ്പെട്ടിരുന്നു. പാകിസ്ഥാനിലും ഭൂചലനം അനുഭവപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ സമയം രാത്രി 11:29 ഷിൻജിയാങ്ങിൽ ഭൂചലനം അനുഭവപ്പെട്ടതെന്നാണ് സീസ്മോളജി റിപ്പോർട്ട്. റിക്ടർ സ്കെയിലിൽ 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം കിർഗിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സെക്കൻഡ് സിൻജിയാങ് പ്രദേശമാണ്. 80 കിലോമീറ്ററോളം ഭൂചലനത്തിന്റെ തീവ്രത അനുഭവപ്പെട്ടെന്ന് നാഷണൽ സെന്റർ ഓഫ് സീസ്മോളജി അറിയിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റതായും വീടുകൾ തകർന്നതായും റിപ്പോർട്ടുണ്ട്. ഷിൻജിയാങ് റെയിൽവേ വകുപ്പ് പ്രവർത്തനം നിർത്തിവെച്ചു. 27 ട്രെയിനുകൾ സർവീസ് അവസാനിപ്പിച്ചതായി അധികൃതർ പറഞ്ഞു. വലിയ ഭൂചലനത്തിന് പിന്നാലെ 3.0 തീവ്രതയിലും അതിലും ഉയർന്നതുമായ 14 തുടർ ചലനങ്ങൾ പ്രഭവ കേന്ദ്രത്തിന് സമീപം രേഖപ്പെടുത്തി. ഈ മാസം 2ാം തവണയാണ് ഡൽഹിയിലും NCR മേഖലയിലും ഭൂചലനം അനുഭവപ്പെടുന്നത്. ജനുവരി 11 അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു കുഷ് മേഖലയിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രകമ്പനങ്ങൾ ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും അനുഭവപ്പെട്ടിരുന്നു. മധ്യപ്രദേശിൽ ചർച്ചുകളിൽ അതിക്രമിച്ച് കയറി കാവിക്കൊടി കെട്ടി ഹിന്ദുത്വവാദി സംഘടന. ജാംബുവായിലെ 4 ചർച്ചുകൾക്ക് മുകളിലെ കുരിശിലാണ് കാവിക്കൊടി കെട്ടിയത്. 50 പേരടങ്ങുന്ന ഹിന്ദുത്വവാദികളുടെ സംഘം ഇന്നലെയാണ് കൊടികെട്ടിയത്. അതേസമയം പള്ളികളിൽ അതിക്രമിച്ച് കടന്ന് കൊടികെട്ടിയതിൽ പോലീസ് കേസെടുത്തില്ല. പോലീസ് നടപടി സ്വീകരിക്കാത്തതിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു സംഭവം. ദാബ്ദലെ, ദാംനിനാഥ്, ഉബേറാവ് എന്നിവിടങ്ങളിലെ ശാലോം പള്ളിയിൽ കാവിക്കൊടി നാട്ടിയത്. മാതാസൂലയിലെ CSC പള്ളിയിലും കാവിക്കൊടി നാട്ടി. 3 പള്ളികളിൽ കെട്ടിയ കൊടി അഴിച്ചുമാറ്റിയെങ്കിലും ദംനിനാഥിലെ ചർച്ചിൽ കെട്ടിയ കാവിക്കൊടി ഇതുവരെ മാറ്റിയില്ല. പരാതി നൽകിയിട്ടും FIR രജിസ്റ്റർ ചെയ്യാൻ പോലും പോലീസ് തയ്യാറായില്ലെന്ന് ചർച്ച് അധികൃതർ പറയുന്നു. ജയ് ശ്രീറാം വിളികളോടെയാണ് പള്ളികളിൽ കൊടിനാട്ടിയത്. സംഭവത്തിന് പിന്നാലെ AICC ജനറൽ സെക്രട്ടറി ദിഗ്വിജയ് സിംഗ് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും പരാതി നൽകി. ഏതെങ്കിലും മതസ്ഥലത്ത് നിർബന്ധിച്ച് കൊടിനാട്ടുന്നത് കുറ്റകരമല്ലേ എന്നും ദിഗ്വിജയ് സിംഗ് ചോദിച്ചു. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയെയും DGPയെയും പോസ്റ്റിൽ ടാഗ് ചെയ്തിട്ടുണ്ട്.
ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി.